പകിട 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 12. എന്താ രാജൻ, പരാജയം സമ്മതിച്ചുവോ? രാജൻ, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വേണോ? അങ്ങനെ തോറ്റു പിന്മാറുന്നവനല്ല ഈ കുന്തള ദേശത്തെ വലിയ കോയിത്തമ്പുരാൻ. ആയിക്കോട്ടെ, അപ്പോൾ ഇനി എന്താണ് താങ്കൾ പന്തയം വെക്കാൻ ഉദ്ദേശിക്കുന്നത്? നോം നമ്മുടെ കുളിക്കടവ് കൂടി പണയം വെക്കുന്നു. രാജൻ, എന്ത് തെമ്മാടിത്തരമാണ് പറയുന്നത്? നമ്മുടെ തോഴിമാർ അവിടെ കുളിക്കും. വേണ്ടവർക്ക് എൻ്റെ വീട്ടിൽ കുളിക്കാം. കളി ആരംഭിക്കാം. പകിട 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 12. അപ്പോൾ ഞാൻ പറഞ്ഞോ? അല്ല, വേണ്ട വേണ്ട എന്ന് പറഞ്ഞാണ് രാജൻ. രാജൻ, ഇനി കൊട്ടാരം കൂടിയേ പണയം വെക്കാൻ ബാക്കിയുള്ളൂ. രാജൻ, കൊട്ടാരം പോയാൽ ഞങ്ങൾ കാണത്തില്ലേ? മിണ്ടാതിരടാ. സമ്മതം. ആയിക്കോട്ടെ. മറിച്ച് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നീ നമുക്ക് എന്ത് നൽകും? അങ്ങക്ക് എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ, അങ്ങക്ക് തീരുമാനിക്കാം. അങ്ങനെയെങ്കിൽ നിന്റെ ഈ കൊട്ടാരവും നിന്റെ ഈ പ്രിയ തോഴിയും ഇന്നു മുതൽ എനിക്ക് സ്വന്തം. ആരംഭിക്കാം. പകിട 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 6. കൊട്ടാരം കൊണ്ട് കളഞ്ഞു മുതുകാലൻ. എടാ, ഞാൻ രാജാവാണ്. താൻ ഏത് രാജാവാണ്? എവിടുത്തെ രാജാവ്? കൊട്ടാരം ഇല്ലാതെ പൊട്ടൻ രാജാവ്. വേണമെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിൽ ദാസനായി ശിഷ്ടകാലം ജീവിക്കാം. തോൽവി നാം സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. എന്താണ് ഈ കളിയുടെ രാജതന്ത്രം? രാജതന്ത്രമൊന്നുമല്ല, ബുദ്ധി, അറിവ്, വായനാശീലം. വായനാശീലം ഉണ്ടെങ്കിൽ ബുദ്ധി അറിവും താനേ വരും. വായനാശീലമോ? തൊഴി, മലയാള മനോരമ ദിനപത്രം. മലയാള മനോരമയോ? അതെ, മലയാള മനോരമ ദിനപത്രത്തിൽ ഫിനാൻസ് പേജ് ഉണ്ട്. അതെടുത്ത് വായിക്കണം. പണം സമ്പാദിക്കാനും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകളും അതിലുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫറോടുകൂടി മനോരമ ദിനപത്രം വായിച്ചു തുടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് മലയാള മനോരമയുടെ ഇൻസ്റ്റാ ബയോ സന്ദർശിച്ചാൽ മതി. ഓ തോഴന്മാരെ, അങ്ങനെയാണെങ്കിൽ ഇനി എല്ലാ ദിവസവും നമ്മുടെ കൊട്ടാരത്തിലും മനോരമ ദിനപത്രം വരുത്തണം. ഏത് കൊട്ടാരം? ഏത് രാജാവ്? കൊട്ടാരം കളഞ്ഞ വെഡ്ഡി കൂശ്മാണ്ടം. ഇറങ്ങിങ്ങോട്ട്. ബേഷ്, വല്ലേ ബേഷ്.